മോർണിംഗ് ഫ്രണ്ട്സ്, വലിയ കപ്പിൾ ഓൺ റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂ മെക്സിക്കോയിലാണ് കേട്ടോ. ഇവിടെ നമ്മളൊരു ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പഞ്ചാബി ഡാബ കണ്ടു. ഞാൻ ഇവിടുന്ന് ഒരു ചായയൊക്കെ മേടിച്ച് വണ്ടിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു വേറെ സാധനം കൂടെ മേടിച്ചിട്ടുണ്ട്. ആ പൊതികട മേടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് പോവാണ് കേട്ടോ. എനിക്ക് 2-3 ദിവസമായി വീഡിയോ എടുത്തിട്ട് എനിക്ക് നല്ല സിക്കായിരുന്നു. 2 ദിവസമായിട്ട് നല്ല ചുമയും സ്വരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതേ എൻ്റെ സിക്ക് മാറിയപ്പം അനു ഓൾറെഡി സിക്കായിട്ട് വണ്ടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫീനിക്സിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഫീനിക്സിലേക്കുള്ള യാത്രയിൽ ഇവിടെ ഇങ്ങനെ പഞ്ചാബി ഡാബ ഞാൻ ഗൂഗിളിൽ കണ്ടപ്പോൾ കയറിയേക്കാന്ന് വെച്ചു. മസാല ടീ ഉണ്ട്. അപ്പോൾ മസാല ടീ ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നമുക്ക് ഈ ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ മസാല ടീ കഴിക്കാൻ അടിപൊളിയാണ്. അതുകൊണ്ട് 2 മസാല ടീ ഒക്കെ മേടിച്ച് വണ്ടിയിൽ വെച്ചു. ആ കൂടെ നല്ല ചൂടനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ടീ അനുവിനെ വിളിച്ച് എണീപ്പിക്കാം. അവൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മുടെ ടീ ഇവിടെ ഓൾറെഡി റെഡിയാണ്. ഞാനത് കൊണ്ടുവന്ന് വെച്ചാണ്. ഹലോ, ചായ റെഡി. വാ, 2 മസാല ടീ ഉണ്ട്. ഇന്നലെ രാത്രി ഭയങ്കര ചുമയായിരുന്നു കേട്ടോ ആക്ക്. മിനിങ്ങാന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു ചുമച്ചോണ്ടിരുന്നത്. എൻ്റെ ചുമയൊക്കെ മാറി. അവൾക്കിപ്പോൾ നല്ല ചുമയാണ്. സോ ഏതായാലും നമ്മൾ സിക്കാണെങ്കിലും എന്നാണെങ്കിലും നമ്മുടെ ലോഡ് പോയാലേ പറ്റൂ. ഏതായാലും നമ്മളിത് രാവിലെ 2 നല്ല അടിപൊളി മസാല ടീ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചാബി ഡാബയാണ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂടനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഞങ്ങൾ പഞ്ചാബി ഡാബ എവിടെ കണ്ടാലും കയറും. അപ്പോൾ ഒരു ആദ്യ പ്രാവശ്യം കയറിയപ്പോൾ തൊട്ടേ ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഒന്ന് പല്ലിയാക്കണ്ടേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ബാക്കി റോഡിൽ കാണാം. ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഓൾറെഡി സിക്കായിട്ടാണ് നമ്മൾ ഫ്ലോറിഡയിൽ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒട്ടും സ്വരമില്ലാത്ത, അതുകൊണ്ട് സൗണ്ട് വീഡിയോസൊക്കെ അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചു. എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ലോഡും കൊണ്ട് പോകുന്നു. നമ്മളിപ്പോൾ ആക്ച്വലി ഫീനിക്സ് അരിസോണയിലേക്കുള്ള യാത്രയിലാണ്. ക്യാൻസാസ് സിറ്റിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയട്ടെ, നമുക്ക് ഉഷാറായിട്ട് വീണ്ടും കാണാം. രാവിലെ അനുവിനെ എണീപ്പിച്ചു ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്നിരിപ്പുണ്ട്. നമ്മള് ചായ എടുത്ത് ചൂടാനും പോകും. അപ്പൊ നമ്മള് അങ്ങനെ ഒരു അടിപൊളി മസാല ചായ കുടിച്ച് ജലദോഷത്തിനെയൊക്കെ ഇവിടെ വെച്ച് പറപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഫുൾ എനർജിയിൽ ഇന്ന് ഓടിക്കുന്നതായിരിക്കും അല്ലേ? സ്റ്റിൽ ചൂടാണ്. കൊണ്ടുവന്ന് വെച്ചിട്ട് 10 മിനിറ്റ് ആയതാണ്. എന്നിട്ട് ഇത്ര ചൂടുണ്ടോ? നല്ല അടിപൊളി ചായ കേട്ടോ. കാരണം നിന്റെ ഫേവറേറ്റാ. ക്ലൂ ആണോ? ബെഡൊന്നും പിരിച്ചില്ല. അച്ചാറുള്ളപ്പോ എന്തായിരിക്കും? അച്ചാറോ? ഓ, ഇത്ര വലുതാണോ? അത് അത്യാവശ്യം വലിയ പൊറോട്ടയാണോ? ഞാൻ 5 ഓർഡറാണ് ഒരു ആലു പൊറോട്ടയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഞാൻ പണ്ട് ആലു പൊറോട്ട കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആലു പൊറോട്ട ആദ്യമായിട്ട് കഴിക്കുന്നത് സ്വിറ്റ്സർലൻഡ് വെച്ചല്ലേ? സ്വിറ്റ്സർലൻഡിലാണോ? അതെയോ എവിടെയായിരുന്നു നമ്മള്? നമ്മള് യൂറോപ്യൻ ടൂർ പോയപ്പോഴാണ് അവൾ ആദ്യമായിട്ട് ആലു പൊറോട്ട കഴിക്കുക. അന്നാണ് അവൾക്ക് മനസ്സിലായത് ഇതിന്റെ കൂടുതൽ സംഭവം രുചി എന്നാന്നുള്ളത്. പിന്നെ കഴിക്കുക, അല്ലാണ്ട് കഴിക്കാൻ മേടിച്ചാലേ അവിടുത്തെ സെയിം ടേസ്റ്റ് ആണോ? അത്ര പോരാ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആലു പൊറോട്ട ഒക്കെ മേടിച്ചിട്ടുണ്ട്. കണ്ടിട്ട് എന്നെ കൊതിയാവണോ? സോ ബാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റോഡിൽ കാണാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ആലു പൊറോട്ടയുടെ കാര്യത്തിനൊരു തീരുമാനമായി. അത് തീർന്നു. മസാല ടീ കുടിച്ചോണ്ടിരിക്കുവാണ്. മാത്രമല്ല ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരെണ്ണം കൊണ്ട് ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ വയറ് പകുതിയായി. ഒരാൾക്ക് ഒരെണ്ണം അടിപൊളിയാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് ഓർത്തോണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ. അപ്പോൾ ഏതായാലും ആളുടെ തീറ്റ കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് 2 മേടിക്കേണ്ട വരും. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഒരു ആലു പൊറോട്ടയ്ക്ക് കൂടെ പറയാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ഡാബയുടെ അകമാണ്. ഈ സൈഡിൽ മുഴുവൻ ട്രക്കിന് വേണ്ടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഗ്രോസറി ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളക്, കുരുമുളക്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. ഇത് ന്യൂ മെക്സിക്കോയിലേക്ക് നമ്മൾ കയറി ഫസ്റ്റ് എക്സിറ്റ് 356 വെസ്റ്റിലേക്ക് വരുമ്പം
3 വെയ് സ്റ്റേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എക്സിറ്റാണ്. ഇന്ത്യൻ ഗ്രോസറി സൈഡിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ടൊമാറ്റോ സോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബിസ്ക്കറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെ അതിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങേറ്റം വരെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോഫി സെറ്റപ്പ് ഉണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മസാല ചായ കുംഭഭരണി. ഒരു സമോസയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ രണ്ടാമത് ആലു പൊറോട്ടകൾ മേടിച്ചു. ഒരെണ്ണം മേടിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം കൂടെ മേടിച്ചു. അങ്ങനെ രണ്ടാമത് ആലു പൊറോട്ട മേടിച്ചാൽ നമ്മൾ തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിടുവാണ്. നമുക്കിനി അധികം സമയം കളയാനില്ല. ഈ പറഞ്ഞ തന്നെ ഓട്ടത്തിൽ നമുക്കിങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, ആസ്വദിക്കുക, വയറ് നിറയെ കഴിക്കുക, യാത്ര തുടങ്ങുക. അപ്പം ഒരു മസാല ടീ ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അതേ വീണ്ടും ഒരെണ്ണം മേടിച്ചു. ഞാനാരും കുടിക്കും. പിന്നെ ഈ എപ്പോഴെപ്പോഴും കിട്ടില്ല. മാത്രമല്ല ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കിപ്പോ വളരെ പ്രത്യേകിച്ച് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല തണുപ്പുമാണ് പുറത്ത്. 2 മസാല ടീയെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു സുഖമാണ്. അപ്പം ആ തണുപ്പത്ത് നമ്മൾ 2 മസാല ടീയെ കുടിച്ചു. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫീനിക്സിലേക്കുള്ള യാത്ര തുടരുവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് യാത്രയിൽ കാണാം. യാത്രയുടെ ഇടയ്ക്ക് നമ്മുടെ 5 സ്റ്റാറിലെ അടുത്ത ടീമിനെ കണ്ടുപിട്ടിട്ടോ. നമ്മുടെ ഡിനിച്ചേട്ടനും ഇതാണ് ഡിനിച്ചേട്ടൻ, ഷെൽവിൻ, പുള്ളി പെർവാങ്കാരൻ, നമ്മുടെ തിരുവല്ല അല്ലേ റാമി. അപ്പോൾ നമ്മളങ്ങനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി ഒരു ചായ കുടിച്ചിട്ട് പിരിയാന്ന് വെച്ച്. രാത്രിയാണ് സമയം. അപ്പോൾ രാത്രിയിൽ ഒരു ചായ കുടിക്കുകയാണ് ഫുൾ എനർജി ആയിട്ട്. ഷെൽവിൻ അങ്ങോട്ട് ത്രൂ ആയിട്ട് പൊക്കോളെന്ന് പറഞ്ഞു. ഷെൽവിൻ ഓൾറെഡി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മേടിക്കാൻ പോവാൻ. നമ്മൾ ഉറക്കമൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഓൾറെഡി ഡിനിച്ചേട്ടനെ ഷെൽവിനെ കണ്ടു. നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പാണ്. നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മളെ ഫീനിക്സിലേക്ക് പോകണം. ഇവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ. സോ അതുകൊണ്ട് ഇവരെ നമുക്ക് യാത്ര അയച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പിടിക്കാം. ഷെൽവിൻ ഓടിക്കാൻ പോവാണ്, ഡിനിച്ചേട്ടൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. സോ നമുക്ക് നമ്മുടെ യാത്രയെ കാണാം. അവർക്ക് ടാറ്റയെ കൊടുത്ത് അവരെയൊക്കെ വിട്ടേക്കാം. ഓക്കെ എന്നാ ശരി, എന്നാ കാണാം. Arriving at Estes Phoenix, Arizona 297. അപ്പോൾ ഫീനിക്സിൽ നിന്ന് നമുക്ക് അടുത്ത ലോഡ് കിട്ടിയിരിക്കുന്നത് നേരെ കാൻസാസ് സിറ്റിക്കാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് റോഡിലേക്ക് ഇറങ്ങി. സൂര്യനാണ് ഇപ്പോൾ ഉദിക്കുമെന്നും പറഞ്ഞ് മുട്ടി നിൽക്കുകയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് നമ്മുടെ കിഴക്ക് ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പം അതിന് തൊട്ട് പോകുമ്പോഴുള്ള ഈ ഒരു ഗോൾഡൻ അവർ എന്ന് തന്നെ പറയാം. നല്ല രസമാണ് ഇവിടെ കാണാൻ. പക്ഷെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നേരെ മുഖത്തേക്ക് ടോർച്ചടിച്ച പോലെയാവും. കുറേ നേരമായി സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിരുന്നിട്ട് ഇതുവരെ സൂര്യൻ ഉദിച്ചില്ല. എനിവേ നമ്മുടെ തൊട്ടടുത്ത എക്സിറ്റിൽ നമുക്കൊരു ലൗസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തി നമ്മളൊന്ന് കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുളിയൊക്കെ പാസ്സായിട്ട് ഇവിടെ ഇന്ത്യൻ കൂടെ വന്നു കേട്ടോ. വീണ്ടും പഞ്ചാബി ഡാബ. ഈ ഫോർട്ടിൽ ഇഷ്ടം പോലെ പഞ്ചാബി ഡാബ ഉണ്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വന്നിട്ടുള്ള ഡാബയിൽ ഏറ്റവും നീറ്റ് ആയിട്ടുള്ള പാർക്കിംഗിന്റെ ഡാബ. സാധാരണ നമ്മള് പഞ്ചാബി ഡാബ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടില് പഞ്ചാബി ഡാബ പോലെ തന്നെയായിരുന്നു. പാർക്കിംഗും പഞ്ചാബി ചെന്ന ഫീൽ ആയിരിക്കും കേട്ടോ. പഞ്ചാബി ചെന്ന ഫീൽ എന്ന് പറഞ്ഞാൽ പഞ്ചാബികളെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. തറയില് ടാറിംഗ് ഒന്നും കാണില്ല. പിന്നെ നമ്മള് നിറച്ച് പൊടിയും ചെടിയൊക്കെ. ഇത് നല്ല വൃത്തിയായിട്ട് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം ഫുഡ് ഇന്ത്യൻ സ്റ്റൈലാണോ എന്നുള്ള കാര്യം. വണ്ടി ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്തൊക്കെ. ഏതായാലും നമ്മൾ സിംഗിൾ ട്രെയിലർ കൊണ്ടാണ് വന്നേക്കുന്നത്. സോ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പാർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ന്യൂ മെക്സിക്കോയിലുള്ള അടുത്ത പഞ്ചാബി ഡാബയിൽ വന്നിരിക്കുകയാണ്. നമ്മള് വരുന്ന വഴിക്ക് വേറൊരു ബോംബെ പഞ്ചാബി ഡാബ, ബോംബെ ഹബ്ബോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു പഞ്ചാബി ഡാബയുണ്ട്.
അവിടെ വന്നപ്പോഴത്തേക്കും ടു ഏർലി ആയിരുന്നു. നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ വന്നു. അപ്പോൾ കട തുറന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരുന്ന വഴിക്ക് ഒരു ലൗസ് ഒക്കെ ഉണ്ട്. ആ ലൗസിന്റെ തൊട്ടടുത്തുള്ള ഇതിന്റെ പേര് സ്പൈസി ബൈറ്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നാണ്. സാധാരണ പഞ്ചാബി ഡാബ പോണ പോലെ അല്ല കേട്ടോ. ഞാൻ അമേരിക്കയിലുള്ള പല പഞ്ചാബി ഡാബ പോയിട്ടുണ്ട്. പഞ്ചാബി ഡാബ ചെല്ലുമ്പോൾ ശരിക്കും നമ്മൾ പഞ്ചാബി ഡാബ ചെന്നു എന്ന് പുറകെ കിടക്കുന്ന ആള് പറയും. കാരണം അമ്മാതിരി ചാട്ടം കുലുക്കൊക്കെ, നല്ല വൃത്തിയുള്ള പാർക്കിങ് കാര്യങ്ങള്, നമുക്ക് അകത്തെ ഫുഡും വൃത്തിയുള്ളതാണെന്നൊന്ന് നോക്കിക്കളയാം. ഈ പഞ്ചാബി ഡാബ നമ്മുടെ ഒരു വീക്ക്നെസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. കുറെ നാളുകളായി നമ്മളിങ്ങനെ ഡാബയിൽ നിന്ന് ഫുഡ് മേടിക്കാം. ഫുഡ് നമ്മൾ ഓൾറെഡി അവിടുത്തെ റെസ്റ്റോറന്റിൽ നിന്ന് മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട്, പക്ഷെ അതിനാൽ നമുക്ക് ഈ ഡാബ കാണുമ്പോൾ കയറി കഴിക്കാൻ തോന്നും. അപ്പം നമ്മൾ ഇന്നും ആലു പൊറോട്ട കേട്ടോ. പക്ഷെ ഇന്നലെ ഇത്തിരി വ്യത്യാസമുണ്ട്. ട്രക്കാനുള്ള നമ്മളിവിടെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചു. അടിപൊളി കേട്ടോ. ആലു പൊറോട്ട നല്ല സൂപ്പറാണ്. ഇവർ തൈരും അച്ചാറും കൂട്ടി കേട്ടോ ആലു പൊറോട്ട കഴിക്കുന്നത്. ഞാൻ ആലു പൊറോട്ട മുമ്പ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മല്ലിയില ചമ്മന്തിയും അച്ചാറും കൂട്ടി കഴിച്ചിട്ടുണ്ട്. തൈര് കൂട്ടിയത് ആദ്യം കേട്ടോ. പക്ഷെ അടിപൊളിയാണ് സംഭവം. ഇവർ ആലു പൊറോട്ട കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ഈ കട്ട തൈരും ഇവരുടെ ഒരു സ്പെഷ്യൽ അച്ചാറായത്. കുറേ മിക്സ്ഡ് സാധനങ്ങൾ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നമ്മൾ ഈ ട്രക്കിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഷിക്കാഗോയിൽ നിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് പോകും. അതല്ല എങ്കിൽ അത് തീർന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ ബർഗറൊക്കെയാണ് തിന്ന് പഠിച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ എന്തൊരാശ്വാസമാണ് പറയും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ഫുഡ് കഴിക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ട് ഓർഡർ കൊടുക്കുന്നു, ഇത് കിട്ടുന്നു. നമുക്ക് ദൂരെ ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. വളരെ നീറ്റായിട്ട് ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലവും നല്ല നീറ്റാണ്, റെസ്റ്റോറൻറ്റ് നീറ്റാണ്, ടോയ്ലറ്റ് നീറ്റാണ്. സാധാരണ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ന്യൂ മെക്സിക്കോ കാലിഫോർണിയ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ്റൂമൊക്കെ ഭയങ്കര മോശമായിരിക്കും. പക്ഷേ അവരെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ഓരോരുത്തരും പോയി കഴിയുമ്പോൾ അവരുടെ ടേബിളെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തിന്റെ ഇതിന്റെ ന്യൂ മെക്സിക്കോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റെസ്റ്റോറന്റിന്റെ പേര് സ്പൈസി ബൈറ്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ്. ഇവിടെ ഒരു ലൗസ് ഉണ്ട്. ഞാനിപ്പോൾ കൃത്യമായിട്ട് പറയാം അതിന്റെ എക്സിറ്റ്. ഇന്റർസ്റ്റേറ്റ് 40 ന്യൂ മെക്സിക്കോയിലെ എക്സിറ്റ് നമ്പർ 79 എക്സിറ്റ് ആണ്. ഈ എക്സിറ്റ് ഇതിനകത്ത് പെട്രോ എന്ന് പറഞ്ഞൊരു ട്രക്ക് സ്റ്റോപ്പും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലൗസ് എന്ന് പറഞ്ഞൊരു ട്രക്ക് സ്റ്റോപ്പും ഉണ്ട്. അതിൽ പെട്രോയുടെ തൊട്ട് സൈഡിലാണ് കേട്ടോ ഈ റെസ്റ്റോറന്റ്. രാവിലെ 7 മണിക്ക് തുറക്കും. വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാണേലും നമ്മൾ ഫുഡ് കഴിച്ചു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ 2 ആലു പൊറോട്ടയും കഴിച്ചു, 2 മസാല ചായ എടുത്തു. ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല. തന്തൂരി ചിക്കൻ നമ്മൾ പാർസൽ മേടിച്ചു. അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ. പുറമേന്ന് കാണുമ്പോൾ വലിയ ലുക്കൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല. വലിയ ബോർഡൊന്നുമില്ല, ചെറിയൊരു ബോർഡാണ്, ചെറിയൊരു ബിൽഡിംഗ് ആണ്. കാഴ്ചയിലും വലിയ സെറ്റപ്പ് ഒന്നും പുറമേ തോന്നില്ല. നോക്കിയാൽ കാണില്ല. നമ്മള് മറ്റേ ഗൂഗിളിൽ കണ്ടുകൊണ്ട് കയറിയാണ്. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്. നമുക്ക് മാത്രമല്ല നല്ല ഭക്ഷണം ചൂടോടുകൂടി കഴിക്കാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വയറ് സന്തോഷമായാൽ നമ്മുടെ മനസ്സ് സന്തോഷമാകും, നമ്മൾ സന്തോഷമാകും. സോ ഏതായാലും അങ്ങനെ 2 മസാല ചായ കൂടി ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് നല്ല ജലദോഷമായിരുന്നു. 2-3 ദിവസമല്ല, ആക്ച്വലി ഒരാഴ്ചയായി. ഈ ട്രക്കെ കയറിയിട്ട് അങ്ങനെ മാറുന്നില്ല. എനിക്ക് മാറുമ്പോൾ അവർക്ക് തുടങ്ങും, അവർക്ക് മാറുമ്പോൾ എനിക്ക് തുടങ്ങും. അപ്പം ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പം നമ്മൾ 2 ചായ കുടിച്ചപ്പം നല്ലൊരു എനർജിയൊക്കെ ആയി. പക്ഷേ എനർജി ആയിട്ട് കാര്യമില്ല, എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. നീ ഓടിക്കുന്ന അനുവാണ്. നമ്മളങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിച്ച് കാൻസാസ് സിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് റോഡിൽ കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ ആഴ്ചത്തെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. നമ്മളിവിടെ മുറിയിലെത്തി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡാലസിലാണ്. ഡാലസിൽ നമുക്ക് അവിടെ ഹോളിഡേയിൽ റൂം എടുത്തുന്നുണ്ട്. റൂം ഞാനൊന്ന് കാണിക്കാം. ഇതുണ്ടോ, നമ്മൾ അത്യാവശ്യം 2 വലിയ ക്വീൻ ബെഡ് ഉണ്ട്, സോഫ കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ കാണിക്കാം കേട്ടോ. നല്ല രസമാണ്. നല്ലൊരു ഭയങ്കര സെറ്റ് സീനാണ്. ഒരു നെയ്ബർഹുഡാന്ന് തോന്നുന്നു പുറവ് അപ്പുറത്തേക്കുള്ളത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാലസിലാണ്. ഡാലസിൽ ഫോർട്ട് വർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അത്യാവശ്യം വലിയ റൂമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇനി കിടന്നൊന്ന് ഉറങ്ങണം. 2 ദിവസം അവധിയാണ്. സോ ഈ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം മറ്റു വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.